അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ പ്രാവശ്യം ഒരു പാട്ട് പാടിയൊരു ചങ്ങായി 313 ബദരീങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് മതി നിങ്ങൾക്ക് മടവൂരിനെ പറ്റിയാണ്ട് പാട്ടുണ്ടാക്കി. അങ്ങനെ 1000 ശംസുലുലമക്ക് പകരം ഞാൻ ഒറ്റയ്ക്കും എന്താണ് ഒരു ഇത് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് ഒരു ചങ്ങായി പാടി. ആ പാട്ടിനെ സംബന്ധിച്ച് മുഴുവൻ ആലിമീങ്ങളും മുഴുവൻ ആളുകളും എതിർത്തപ്പോൾ നൗഷാദ് അതിന് സ്റ്റേജ് കെട്ടിയിട്ട് പറഞ്ഞു, ഏതോ ഒരാൾ പാടി, ഏതോ ഒരു ചങ്ങായി പാടി, അത് നമ്മളെ തലയിൽ ഇട്ട് വെച്ചു, അവൻ ഗുരുവട്ടൂരാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയലോഗ് മോഡലിൽ നൗഷാദ് പറഞ്ഞുകൊണ്ട് പോയി. ഏതായാലും ആ പാട്ട് നമുക്ക് ആദ്യം കേൾക്കുന്നിട്ട് എന്നിട്ട് വേറൊരു പാട്ടും കൂടി നമുക്ക് കേൾക്കാം. ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക് 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക് 1000 ശംസുലുലമക്ക് പകരം എൻ്റെ സ്വാഹിബിൻ്റെ രൂപം മതി നിങ്ങൾക്ക്. കേട്ടില്ലങ്ങള്? 313 ബദരീങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് മതി നിങ്ങൾക്ക്, 1000 ശംസുലുലമക്ക് പകരം എൻ്റെ സ്വാഹിബിൻ്റെ രൂപം മതി നിങ്ങൾക്ക്. ഇതൊക്കെ കുഫിരിയത്തിൻ്റെ പാട്ടല്ലേ? ഇസ്ലാമെന്ന് പുറത്തു പോണ പാട്ടല്ലേ? ഈ ജാതി പാട്ടൊക്കെ പാടിയ ഓം പച്ചചർമ്മനായി പോകൂലേ? കാരണം എന്തുകൊണ്ട്? ഈ 313 ബദരീങ്ങളുടെ നേതാവ് ആരാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ? ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റസൂലുള്ളാഹി തങ്ങളുടെയും മേലെയാണോ ഈ മടവൂര്? അതല്ലെങ്കിൽ ലോകത്തുള്ള വേറെ ഏതെങ്കിലും ഷെയ്ഖന്മാർ? ലോകത്തുള്ള വേറെ ആരെങ്കിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലെയാണോ? ഈ രൂപത്തിലൊക്കെ പാടികാണ്ടുണ്ടാക്കുക. എന്നിട്ട് ആ പാട്ടിനെ സുന്നത്തമായത്തിൻ്റെ മക്കൾ വിമർശിച്ചപ്പോൾ നൗഷാദ് അതിനു വേണ്ടിക്കൊണ്ട് നൗഷാദ് എന്ത് തട്ടിയറിയോ? ഒരു പാട്ടിട്ട് വന്നു, കാന്തപുരത്തിനെ പറ്റിയാണ്ട് ഇങ്ങനെ പാടുണ്ടല്ലോ പറഞ്ഞാണ്ട്. അതൊന്ന് കേട്ടോ. ഒക്കെ തുടങ്ങും നിങ്ങളെ തലീക്കന്നാണ്ട് വരും ചെയ്യും. നീ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ എടുത്ത് തരാം. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? ഇവിടെ ഒരാൾ വലുതാക്കുക ചെറുതാക്കുക അങ്ങനെ ഒരു സംഭവമല്ല. പിന്നെ വലുതാക്കാനും ചെറുതാക്കാനും ഏറ്റവും ഉഷാറിച്ചാണ്. ഓരോരുത്തരെ വലുതാക്കിയിട്ടും ചെറുതാക്കിയിട്ടും ഭയങ്കര സംഗതിയല്ലേ? അതൊക്കെ ഒറ്റ നൂറ്, അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നൂറിന്റെ അൻവാറുകളാണ് മശായിഖുമാർ. ഓക്കെ, ഒറ്റ നൂറ്, ആ നൂറിൻ്റെ അൻവാറുകളാണ് മശായിഖുന്മാർ എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് 313 ബദരീങ്ങൾക്ക് ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക് അഥവാ 313 ബദരീങ്ങളിൽ താഴ്ത്തി കെട്ടിയിട്ട് പാടിയ പാട്ടുകാരനെ എന്തുകൊണ്ട് നീ വിമർശിച്ചില്ല? ആ പാട്ടുകാരനെ താങ്ങുകയല്ലേ ഇത് ചെയ്തത്? ആ പാട്ടുകാരനെ സുന്നത്തമായത്തിൻ്റെ മക്കളെ വിമർശിച്ചപ്പോൾ താങ്ങല്ലേ ചെയ്തത്? അള്ളാഹിൻ്റെ റസൂലിൻ്റെ താഴെ അവിടുത്തെ അൻവാറുകളാണ് മശായിഖുമാർ. പക്ഷെ ആളുകളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്നെ വിളിച്ചാൽ പോരെ, ഞാൻ ഉണ്ടല്ലോ. അത് അവരുടെ ആ കദമ് പറഞ്ഞു തരികയാണ്. ഞാൻ ന്യായീകരിക്കണുണ്ടെങ്കിലിപ്പം ആ 313 ബദരീങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് മതി നിങ്ങൾക്ക് എന്നുള്ള പാട്ടിനെ ന്യായീകരിക്കാട്ടോ. ആ കഥമും കുതമൊക്കെ പറഞ്ഞാണ്ടേ ആരെ പൊട്ടനാക്കണേ? ഞങ്ങളൊക്കെ ചോറാ തിന്നണ, അരിയാഹാര തിന്നണത്. കദമു മുഹമ്മദുർ റസൂലിലാണ്. ഇത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി പോലും ഇല്ലാതെ പോയല്ലോ എന്നാണ്. കാരണം ഈ മന്തിക്കല്ലേ പഠിച്ചു വെച്ചത്. അല്ല, മന്തിക്ക് പഠിച്ചത് കൊണ്ട് കുറച്ച് വർത്താനം പറയാൻ എനിക്ക് വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ തൊള്ള തുന്നി കെട്ടിയിരുന്നു. എന്നാ ഏപ്പിനെ കുറിച്ച് പാടുമ്പോൾ യാതൊരു ലക്കും ലഗാനും ഇല്ലേനും. ഇനിയിപ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? 313 ബദരീങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് മതി നിങ്ങൾക്ക് എന്നുള്ള പാട്ടിനെ വിമർശിച്ചപ്പോൾ ഇനി AP ഉസ്താദിൻ്റെ പേരിൽ ആരൊക്കെ പാട്ട് പാടിയ പാട്ടിറക്കിയ ആ പാട്ടാപ്പഞ്ഞ് തിരഞ്ഞുപിടിച്ച് കൊണ്ടുവരുന്നത് കേട്ടോ. ആ പാട്ടഞ്ഞ് തിരഞ്ഞുപിടിച്ച് കൊണ്ടുവരുന്നത് നോക്കിയേ. അവിടെ ഒരു പ്രശ്നമില്ലല്ലോ. എത്ര പാട്ടുണ്ട്? ഞാനൊരു 25 പാട്ടുണ്ടാക്കി, പാട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാട്ട് 25 റെഡിയാക്കിയിട്ടുള്ളൂ. എനിക്ക് പാട്ട് വേണമെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് മെസ്സേജ് ചെയ്ത് വിടുമായിരുന്നു. നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്ത് കളിക്കണമാണല്ലോ. എനിക്ക് ചെറുതായിട്ടൊന്ന് മെസ്സേജ് ഇനി വോയിസ് വിട്ട് കാണ്ടി യൂട്യൂബിലിടുന്നുള്ള പേടിയൊന്നും വേണ്ട. എനിക്കൊരു എഴുതിയാണ്ട് വിട്ടാൽ മതിയായിരുന്നു. നമ്മൾ വിട്ട നീ ഇഷ്ടം പോലെ പാട്ട് എനിക്ക്. ഏതായാലും വിട്ട പാട്ടൊന്ന് കേൾക്കാം നമുക്ക്. കൂടുതൽ സമയമില്ല, സമയം കഴിഞ്ഞു പോയി. അടുത്തിന് വേണമെങ്കിൽ
വേണേ സമയമില്ലാന്നോ ആരെ പേർക്ക് സമയമില്ലാന്ന് ഫുള്ള് ടൈം തന്നെ ഇജ്ജ് വെക്ക് പാട്ട് വെക്ക് കുറിച്ചുള്ള ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുക്ക്. ആ കേട്ടോളിട്ടോ. ഏപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ട് കേട്ടോളി. ഈ പാട്ടിൽ എവിടെയെങ്കിലും കുഫിലിയത്തിന്റെ വാദം വരുന്നുണ്ടോ അല്ലേന്നൊന്ന് നോക്കണം കേട്ടോ. മറ്റേ പാട്ടും ഈ പാട്ടും ഒന്ന് താരതമ്യപ്പെടുത്തണം. അഥവാ 313 ബദിരീങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് മതി നിങ്ങൾക്ക് എന്ന് മടവൂരിനെ സംബന്ധിച്ച് പാടിയ പാട്ട് അത് കുഫിലിയത്തിന്റെ വാദമാണ്, ഇസ്ലാമെന്ന് പുറത്തു പോണ പാട്ടാണ് ആ പാട്ട് എന്നാണ് സുന്നത്യമായത്തിൻ്റെ മക്കൾ പറയുന്നത്. കാരണം ബദിരീങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ്. ആ റസൂലുള്ളാഹിൻ്റെ മേലെയാണോ മടവൂര്? അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ ഇസ്ലാമൊന്ന് പുറത്തു പോകൂലേ? അതാണ് ഞങ്ങളുടെ വാദം. എന്നാൽ ഏപ്പിനെ പറ്റിയാണ്ട് പാടിയ പാട്ടൊന്ന് നോക്കാം നമുക്ക്. വെക്കട്ടെ. ടുക്കും അലമു കൊല്ലും അത്ഭുതം കൂറും മൗലാന മൗലൽ ആലമി സുൽത്താനുൽ ഉലമാ സ്വല്ലവാതി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദ്റുത് തമാമി അബുൽ ഐതാമെന്നാരംഭ പേരെ അരിമുല്ല മലരെ തങ്കനിലാവേ മുത്തു റസൂലിൻ ആശിഖം നൂറെ മൗലാന മൗലൽ ആലമി സുൽത്താനുൽ. ഈ പാട്ടിൽ എവിടെയാണ് ഉഷാദെ ഒരു കുഫ്രിയത്തിൻ്റെ വാക്കുകൾ ഉള്ളത്? ഈ പാട്ടിൽ എന്താണ് പറഞ്ഞത്? അബുൽ ഐത്താവ് എന്നൊക്കെ പറയുന്നു. അബുൽ ഐത്താവ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സംഭവം എന്താന്ന് വെച്ചാൽ യത്തീം കുട്ടികളുടെ വാപ്പയായിട്ട് വരികയാണ് സുൽത്താനുൽ ഉലമ. യത്തീം കുട്ടികൾ അത്രയും നോക്കുന്ന ഒരാളാണ്. യത്തീം കുട്ടികൾക്ക് വേണ്ടിക്കൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്നൊരു വ്യക്തിയാണ് എന്നൊക്കെയാണ് എ പി സ്ഥാനെ പറ്റിയിട്ട് ഈ പാട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ സുൽത്താനുൽ ഉലമയാണ്, ഉലമാക്കളുടെ സുൽത്താനാണ്. ഇതൊന്നും ഇപ്പോൾ എ പി ഉസ്താദ് പറഞ്ഞൊന്നുമല്ല, ഓരോ ആളുകൾ പറഞ്ഞൊരു വാക്കുകളാണ്. അതെഴുതിയിട്ട് ഇസ്ലാമിൻ്റെ വിശ്വാസത്തിലോ അതുപോലെ മറ്റു കാര്യത്തിലോ ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല, ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. എന്നിട്ടോന് ഈ പാട്ട് ഏപ്പിൻ്റെ ഒരു പാട്ട് കേട്ടോളിന്നാണ് കണ്ട് ആൾക്കാരെ പൊട്ടീസാക്കാൻ വേണ്ടി കൊണ്ട് കിട്ടിയൊരു പാട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് വെച്ച പാട്ട് ഇതാണ്. അപ്പോൾ ഈ പാട്ട് ഫസ്റ്റ് വെച്ചാൽ ഇനി ഇതിൻ്റെ താഴെയുള്ള തഹത്തിലല്ലേ മറ്റു പാട്ടുകളൊക്കെ വരിക. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായോ? എന്നിട്ടോൻ ആ പാട്ട് പാടി ആദ്യം എന്ത് പറഞ്ഞു അറിയോ? ബദിരീങ്ങളെ പറ്റിയാണ്ട് പിന്നെ മടവൂര് ഓലൊക്കെ നേതാവാണെന്ന് പറഞ്ഞ് പാടിയ പാട്ട് പാടിയവനെ പറ്റിയിട്ട് ഓപ്പം ആരാന്നൊന്നും അറിയില്ല, ആ ആളിപ്പോൾ ആരാന്നും അറിയില്ല പിന്നെ എന്നുള്ള നിലക്കാണ് ഓൻ സംസാരിച്ചത്. യഥാർത്ഥത്തിൽ സാക്ഷാൽ കുരുവട്ടൂരിൻ്റെ പാട്ടുകാരനാ. കുരുവട്ടൂരിൻ്റെ പാട്ടുകാരനാ. എപ്പോഴാണ് മനസ്സിലായത്? ഇനി കേട്ടോളിയും. കുരുവട്ടൂരിനെ പറ്റിയിട്ട് പാടുന്നുണ്ട്. ആരെ? അടുപ്പും കല്ല് തന്നിട്ട് പാടുന്നുണ്ട്. അത് ഭയങ്കര രസമുണ്ട്. അതൊന്ന് കേട്ട് നോക്കാം. ആറിടാത്ത അടുപ്പ് കല്ലുകളുണ്ട് ഇവിടെ. ആരെ പറയണ അറിയോ? അഥവാ കുരുവട്ടൂരികളെ സുന്നത്തമാനത്തിൻ്റെ ആൾക്കാർ പറഞ്ഞു. ആളുകളെല്ലാവരും പറഞ്ഞു ഇവർ 3 അടുപ്പും കല്ലുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമെന്നല്ലാതെ ഒന്ന് നൗഷാദും കുഞ്ഞാമും പമ്പൈസും ഇങ്ങനെ 3 ആളെ അടുപ്പും കല്ലുകൾ എന്ന് പറഞ്ഞു. അപ്പോൾ ആ അടുപ്പും കല്ലുകളുണ്ട്, ആ അടുപ്പും കല്ലുകളാണ് വരുമെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഓലേതായാലും അതൊരു വലിയൊരു പിന്നെ സ്ഥാനപ്പേരാക്കി. കാരണം സുൽത്താനുൽ ഉലമ ഖമറുൽ ഉലമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചുവല്ലോ എന്നതുപോലെ ഇവർക്ക് അടുപ്പ് കല്ലുകൾ ജനങ്ങളെ പിന്നെ സുന്നത്തമായത്തിൻ്റെ ആൾക്കാർ വിളിച്ചപ്പോൾ അത് നല്ലൊരു സന്തോഷ പേരാക്കി കണക്കൂട്ടിയാണ്ട് ആ രൂപത്തിലാണ് ഇപ്പോൾ പാട്ടിറക്കിക്കുന്നത്. വല്ലാത്തൊരു രസം. ചാട്ടവാറിൻ പ്രഹരമേറ്റ് മോങ്ങിടുന്ന മുഫ്തിമാരെ വാശിയാൽ മടവൂരിനെതിരെ എറിഞ്ഞിടുന്ന ഫത്വകളെ ചുട്ടെടുത്ത് വറുത്തരച്ച് പിഴുതെറിഞ്ഞവർ മുന്തിടുന്നേ. ഓൻ്റെ മൊയന്ത് പാട്ടുകാരാ. ഒരിക്കലും മടവൂരിനെതിരായിട്ട് സുന്നത്തമായത്തിൻ്റെ ആരും നീങ്ങൂല. സുന്നത്തമായത്തിൻ്റെ മക്കളാരും മടവൂരിനെതിരായിട്ട് നീങ്ങൂല. മടവൂര് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഷെയ്ഖാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഷെയ്ഖ് തന്നെയാണ് മടവൂര്. പക്ഷേ ഇല്ലാത്തത് പറയാൻ വേണ്ടിക്കൊണ്ട് സുന്നത്തമായത്തിൻ്റെ മക്കളെ അയക്കൂല. ഉള്ളതെന്നെ ഇഷ്ടംപോലെ പറയാൻ മഹാനായ മടവൂർ CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് തങ്ങളുണ്ട്. ഉള്ളത് പറഞ്ഞു കണ്ട് ഉഗൈത്ത് ചെയ്യുക.
ഇല്ലാത്തത് പറഞ്ഞ് എല്ലാ കഥകൾ പറഞ്ഞ് കണ്ടല്ല മഹാന്മാരായ ആളുകളെ പുകയ്ത്തൽ. മഹാനായ മടവൂർ CM വലിയുള്ളാഹിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ നൗസാദിൻ്റെ ഒരു ഒറ്റ കണ്ണുണ്ടാവില്ല, അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടാവും. കുഞ്ഞേമീനും ഉണ്ടാവില്ല ഒരു കണ്ണ്, പമ്പേഴ്സിനും ഉണ്ടാവില്ല ഒരു കണ്ണ്, അബ്ദുള്ളാൻ്റെ 2 കണ്ണും അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടാവും. കാരണം എന്താ? മടവൂരിൻ്റെ പേരിലാണ് നിങ്ങൾ ഈ പച്ച നോണ പറയുന്നത്. പച്ച നോണ പറയുന്നത് ആദ്യം ഓരോ വിഷയത്തിലും മടവൂരിൻ്റെ പേരിൽ കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കുക. എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഉള്ളത് തന്നെ ഇഷ്ടം പോലെ ഔലിയാക്കന്മാരുടെ പേരിൽ പറയാനുണ്ടല്ലോ, പിന്നെന്തിനാണ് കളവിൻ്റെ ആവശ്യം?